തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരശക്തികളെ കൂട്ടുപിടിച്ച് വി.ഡി. സതീശനും യു.ഡി.എഫും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ്.ഡി.പി.യുടെ പേരിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചരണം നടത്തുന്നു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മനോഭാവത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കെ. സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കണ്ടകശനിയാണ്. അത് സതീശനെയും കൊണ്ടേ പോകൂ. സതീശന് കണ്ടകശനി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശകലനം ചെയ്യാം. പാണക്കാട് പോയത് നല്ല കാര്യമാണെന്നും ചാവക്കാട് വഴിയാണോ തിരിച്ചു വരുന്നതെന്നും സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി.ഡി. സതീശനും യു.ഡി.എഫും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ്.ഡി.പി.യുടെ പേരിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചരണം നടത്തുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗ്രീൻ ആർമി എന്ന സ്ക്വാഡിനെ പ്രത്യേകമായി അവർ ഉണ്ടാക്കി. വി.ഡി. സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ PFIയുടെ വോട്ട് വേണ്ടെന്ന് പറയുമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് കാര്യമെന്നും സുരേന്ദ്രൻ ചോദിച്ചു. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സമീപകാലത്തൊന്നും പരസ്യമായ ബാന്ധവം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം സതീശനോടൊപ്പം കോൺഗ്രസിന്റെ വാർ റൂമിലും ഗോദയിലും PFIക്കാർ നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രം തന്നെയാണ് യു.ഡി.എഫ് ഈ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്നത്. അവരോട് മത്സരിക്കുകയാണ് LDF എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസവും സന്ദീപ് വാര്യരെ പരിഹസിച്ച് സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ആഴം കാണിക്കുന്നതാണ് ഈ നാടകം. സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് വലിയ വലിയ കസേരകൾ ലഭിക്കട്ടെ എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ BJPയോ ബാധിക്കില്ല. അപ്രസക്തമായ വിഷയമാണിത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണത്തു. യു.ഡി.എഫ് തകർന്ന് തരിപ്പണമാകും. ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണ്. കോൺഗ്രസ് കാര്യങ്ങളൊക്കെ ശരിയാക്കി മനസ്സിലാക്കി വരുമ്പോഴേക്കും എല്ലാം പിടികിട്ടും. സുധാകരനും സതീശനും എല്ലാ ആശംസയും നേരുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങേയറ്റം വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ജോലിയെടുത്തതിൽ ജാള്യത എന്നാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച സന്ദീപ് വാര്യരുടെ പ്രതികരണം. സ്നേഹത്തിന്റെ കടയിലാണ് താൻ അംഗത്വം എടുത്തതെന്നും BJPയിൽ വീർപ്പുമുട്ടിയാണ് ഇത്രയും നാൾ കഴിഞ്ഞതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കുറച്ചു നാളായി BJPയിൽ നിന്ന് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. കോൺഗ്രസിന്റെ ത്രിവർണ്ണ ഷാളണിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കെ. സുരേന്ദ്രനും സംഘവുമാണ്. കേരളത്തിലെ CPMുമായി ചേർന്ന് അവർ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. കരുവന്നൂരും കൊടകരയും പരസ്പരം വെച്ചു മാറിയതിനെ എതിർത്തു എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാത്തതും തന്റെ പേരിലുള്ള കുറ്റമാണെന്നും സന്ദീപ് പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.